സാക്ഷ്യങ്ങൾ എല്ലാം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാര്യം ഉടമ്പടി സാക്ഷ്യങ്ങൾ പലപ്പോഴും വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടിയുടെ നിയമപ്രകാരം നമ്മളുടെ മെരിറ്റിലല്ല, നമ്മുടെ യോഗ്യതയിലല്ല. അതുകൊണ്ടാണ് നമ്മുടെ പരിമിതികളെ അതിലംഘിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. നമ്മുടെ പരിമിതികളെ, നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ പരിമിതികൾ കൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളും നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ പരിമിതികളാണ് കാരണം. ആത്മീയ പരിമിതി, വിദ്യാഭ്യാസ പരിമിതി, അതുപോലെ തന്നെ ഭൗതിക പരിമിതികൾ, ലിമിറ്റേഷൻസാണ്. ഈ ലിമിറ്റേഷന് അൺലിമിറ്റഡ് ആക്കുന്നതാണ് ഉടമ്പടിയുടെ സാധ്യത എന്ന് പറയുന്നത്. പരിമിതികളെ പരാധീനതകളെ അതിലംഘിക്കുന്നതാണ്. അതെങ്ങനെയാണ് ഈ പരിമിതികളെ അതിലംഘിക്കുന്നത്? ഇപ്പോഴൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നാ അവർ പറഞ്ഞ, അതായത് അവർ പറഞ്ഞ ഇതാണ്: ഞാനൊരു മലയാളം സ്റ്റുഡൻറ്റാണ് അല്ലേ, എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യണ ആരാണ്? ICS സ്റ്റുഡൻസാണ് കോമ്പീറ്റ് ചെയ്യണത്, CBSE സ്റ്റുഡൻസും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം സ്റ്റുഡൻ്റായി എനിക്ക് IELTSന് അല്ലെങ്കിൽ OETക്ക് സ്വാഭാവികമായിട്ടും മാർക്ക് കിട്ടുന്നതിന് പരിമിതികളുണ്ട്. ട്രെയിൻഡ് അല്ലല്ലോ. ICS സ്റ്റുഡൻസിനത് ഇൻ്റർനാഷണൽ സിലബസ് ഉപയോഗിക്കുന്നവരാണ്, ഇംഗ്ലീഷിൻ്റെ. അവരെ കവർ ചെയ്തുകൊണ്ടാണ് ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നയാൾ ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിന് മാർക്ക് വാങ്ങിക്കുകയും ആ നൈപുണ്യ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുകയും ജോലി നേടുകയും ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഉടമ്പടി നമ്മുടെ പരിമിതികളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോൾ അവസാനം കേട്ട സാക്ഷ്യം എന്താ അവർ പറയണത്? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ പറയും, ഓ പരീക്ഷ കിട്ടുമെങ്കിൽ എല്ലാം കിട്ടും, പോവുമെങ്കിൽ എല്ലാം പോവും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ. അതാണ് സംഭവം. അപ്പോൾ അവൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, അനിയത്തിക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട്. അനിയത്തിൻ്റെ ആത്മവിശ്വാസക്കുറവിനെ അതിലംഘിച്ചുകൊണ്ടാണ്, അതിനെ പരിഹരിച്ചുകൊണ്ടാണ് ഉടമ്പടി വരണത്. നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ റേഞ്ചിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എൻ്റെ മക്കളെപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റണത് പോലെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിച്ചു പോകണം. ഇതിൻ്റെ അകത്ത് കുറച്ച്, അതായത് മാക്സിമം എന്തുമാത്രം നമുക്ക് പറ്റാം അത്രയും. അല്ലാതെ നിങ്ങൾ ഭ്രാന്തികളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സങ്കടപ്പെടുകയും അയ്യോ എനിക്കത് രാവിലെ 5:30 തന്നെ എഴുന്നേക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് വചനം വായിച്ച അരമണിക്കൂറായി കാണുമോ, 20 മിനിറ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ, 10 മിനിറ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറ്റബോധം വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എൻ്റെ മക്കളുടെ മനസ്സിലുള്ള ശ്രമമാണ്. മനസ്സിലായ? നിങ്ങൾ അതിന് ശ്രമിച്ചേ ഇല്ലേ എന്നുള്ളതാണ് ദൈവതിരുസന്നിധി. നെഗ്ലി ചെയ്യുക, അതിങ്ങനെ വേണേൽ അവോയ്ഡ് ചെയ്യാം, അങ്ങനെ ചെയ്യരുത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചും കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ചും മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ വിജയിച്ചാലും തോറ്റാലും ദൈവതിരുസന്നിധിയിൽ ആ വിജയത്തിനോ തോൽവിക്കോ പ്രത്യേക മൂല്യമില്ല. അതുകൊണ്ടാണ് നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യവസായം ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ പറയരുത് എന്നല്ലേ യാക്കോബിൻ്റെ ലേഖനത്തിലുള്ളത്. നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യവസായം ചെയ്ത് കൂടുതൽ ലാഭമുണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത് എന്നാണ് പറയണം. പിന്നെ എന്ത് പറയണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും. അപ്പോൾ അവിടെ നമ്മുടെ വിജയത്തിനോ പരാജയത്തിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ മനസ്സിനാണ് ഒരു വില. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനൊരു വിലയിട്ട് വേണം എപ്പോഴും
പ്രെയർ ചെയ്ത് പോകാൻ. നിങ്ങളുടെ മനസ്സിനൊരു വിലയിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരാജയം ദൈവത്തിൻ്റെ പേരിലാക്കിയെടുക്കും. ഞാൻ ഉടമ്പടി ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ അകത്ത് സൗഖ്യം ലഭിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് നിങ്ങളുടെ സൗഖ്യം ലഭിക്കാത്ത അവസ്ഥകൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാക്കിയെടുക്കും. അപ്പോഴത് കൂടുതൽ ആധ്യാത്മിക പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ വേണ്ട. നമ്മൾ കർത്താവിൻ്റെ മനസ്സിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപമാതാവിൻ്റെ മധ്യസ്ഥം അതിലുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു യോഗ്യത എന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ അനീതി അനുഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉടമ്പടി കിട്ടിയത് അമ്മ തന്നത് 2015 ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത് 89 തുടങ്ങിയതാണ്. ഈ ധ്യാനകേന്ദ്രം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ട് തന്നെ ഇപ്പോൾ 19 കൊല്ലമായി. അതുവരെ ജനങ്ങളിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി വന്നത് പഴയ 30 സാക്ഷ്യത്തിന് പകരം ഇപ്പോൾ 450 സാക്ഷ്യങ്ങളായ ഒറ്റയടിക്കാണിത് കൂടുകയും ഗുണനിലവാരങ്ങൾ വർദ്ധിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഉടമ്പടി ഒരു ഭയങ്കര പ്രാർത്ഥന തന്നെയാണ്. കാര്യം ഞങ്ങൾ അതില്ലാതിരുന്ന കാലം ഞങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി കൃപാസനത്തെ അറിയാവുന്നത് ഉടമ്പടിക്ക് ശേഷമാണ്. ഉടമ്പടി ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. അതൊരു 37 സാക്ഷ്യം വരെ വരുമായിരുന്നു. ഇന്ന് ആ സമയത്ത് 370 അല്ല 420ഓളം സാക്ഷ്യങ്ങളാണ് നമുക്ക് കൗണ്ട് ചെയ്യണത്. എത്രയോ പേര് പറയാതെ പോയിരിക്കണം. ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടത് എത്ര മണിക്കാണ്? 6 മാസം 1 കൊല്ലം കഴിഞ്ഞല്ലേ കേട്ടത്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ലീവിന് പോകുമായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകുമായിരിക്കും. വരുമ്പോഴായിരിക്കും പറയണത്. ശ്രുതികടെ ഹല്ലേലൂയ.